പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ദൃഷ ജിബിൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ജനുവരി 2, 2023 എൻ്റെ ഫാമിലി ഫുൾ എല്ലാവരും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. എടുക്കുന്ന സമയത്ത് ഞാൻ അവർ പറഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുത്തത്. ഭയങ്കര തീക്ഷ്ണതയോടെ എടുത്ത ആളൊന്നുമല്ല. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് നടന്നൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞ് റിസൾട്ട് വരണേക്ക് മുന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു Jan 27 എനിക്ക് റിസൾട്ട് വരുന്നത്. ഞാനിവിടെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും എൻ്റെ പഠിക്കണ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് എക്സാമിന് പാസ്സാവണമെന്ന് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, അതിനപ്പുറത്തേക്കൊന്നും വെച്ചിട്ടില്ല. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ MSc സൈക്കോളജിയിൽ 8th റാങ്ക് എനിക്ക് മാതാവ് മിഷൻ തന്നു. അതുപോലെ തന്നെ അത് എനിക്ക് ഉടമ്പടിയിൽ വെച്ചതിന് ശേഷമെന്ന് പറയാൻ കാരണം, ഞാനെപ്പോഴും പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഫൈനൽ എക്സാം വരുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് മാർക്ക് പോവും. അപ്പോൾ എനിക്ക് UGയിൽ BSc ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഗ്രേഡ് വന്നപ്പോൾ എൻ്റെ CCPS 7.9 ആണ്. അത് B ഗ്രേഡാണ്. 8 ആണെങ്കിലാണ് A ആവുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ എപ്പോഴും പോയിട്ടിരുന്ന ആൾക്ക് എനിക്ക് റാങ്ക് കിട്ടാമെന്ന് പറയുന്നത് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാനല്ല, സ്വപ്നം പോലും കണ്ടിട്ടില്ല എനിക്കൊരു റാങ്ക് കിട്ടാന്നുള്ളത്. അതുപോലെ BScക്ക് ഞാൻ നമുക്ക് ഫൈനൽ ഇയർ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ആ ഒരു പ്രൊജക്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ, എൻ്റെ ഗൈഡിൻ്റെ ഭാഗത്തു നിന്ന് എന്നൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ എനിക്ക് റിജക്റ്റ് ആയിരുന്നു. കാരണം ഞാനത് നോട്ട് ഡൗൺ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെച്ചത്. അപ്പോൾ എൻ്റെ UGയിൽ എൻ്റെ ഡിഗ്രിയിൽ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D ഗ്രേഡായിരുന്നു. പക്ഷെ ഞാൻ MSc ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ചെയ്തപ്പം. എനിക്ക് പിന്നെ അവസാനം എനിക്കിത് ഒരു ജേണലിൽ അത് പബ്ലിഷ് ചെയ്യാനും പറ്റി, എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് നടന്നേക്കുന്ന ഒരു മിറാക്കിൾ എന്ന് പറയുന്ന ഇതുകളാണ്. പിന്നെ ഞാൻ IELTS പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ IELTS പഠിച്ചപ്പം എനിക്കൊരു ഡിസൈഡ് സ്കോർ കിട്ടണമെന്നും അബ്രോഡ് പോകണം എന്നായിരുന്നു. പക്ഷേ എനിക്ക് അബ്രോഡ് പോകാനായിട്ട് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ ഫിനാൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളും കൊണ്ട് കുറേ തടസ്സങ്ങൾ വന്നു. എന്നിട്ട് പിന്നെ എനിക്ക് IELTSന് ഡിസൈഡ് സ്കോർ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം ഇവിടെ അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും രോഗികൾ പോയിട്ടൊന്നും ചികിത്സിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞൊരു പ്രേക്ഷിത പ്രവർത്തനം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് അങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യേണ്ട, ദൃശ്യ കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു ഫാക്കൽറ്റീനെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഫാക്കൽറ്റി ആയിട്ട് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു മാർച്ച്, എൻ്റെ ഉടമ്പടി ജനുവരിയിലെടുത്ത്. അപ്പോൾ ഞാൻ മാർച്ചിലൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിന് മുന്നേ എനിക്ക് തൃശ്ശൂർ തന്നെ ഒരു നല്ല കോളേജിലൊരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ IELTS ഇൻസ്റ്റിറ്റ്യൂഷൻ. അന്ന് മാം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളായതുകൊണ്ട് ജോലി എന്നുള്ളതിന് അതിനെ നോക്കുന്നുണ്ടായിരുന്നില്ല IELTS. പക്ഷേ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിലുള്ള ഒരു കോളേജിൽ ഞാൻ പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫ്യൂച്ചറിൽ ഇത്ര അടുത്തൊരു കോളേജ് ഉണ്ടായിട്ട് ഞാൻ അപ്ലൈ ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടാനെങ്കിൽ എനിക്ക് ഒരു തീരെ വിഷമം ഉണ്ടായിരുന്നില്ല. അവരെനിക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ എടുത്ത് വിടുക ചെയ്തേ. പക്ഷെ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടിപ്പുറത്തുള്ള എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാതെ ഞാൻ ബസ് കയറാൻ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അവിടുത്തെ മാം എന്നെ 2 വട്ടം വിളിച്ചിട്ടുണ്ട്. ഒരു വട്ടം വിളിച്ചിങ്ങനെ ഇഗ്നോർ ചെയ്യും, 2 വട്ടം വിളിച്ചതുകൊണ്ട് തിരിച്ച് വിളിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഓഫീസിലേക്ക് വരുമെന്ന് ചോദിച്ചു. എനിക്ക് തൊട്ടിപ്പുറത്തുള്ളടത്ത് കയറാതെ ഞാൻ പോയ ഞാനാണ്. എന്നെ ഫോം വിളിച്ച് വരുത്തി. ബസ് കയറിയ ഞാൻ വരത്തൂലായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവർ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഈ ഒരു ജോലി തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്, മാതാവ് തന്നതല്ലേ, ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. അത് ജോലിക്ക് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷൻ സൈക്കോളജിയാണ്. അപ്പോൾ സൈക്കോളജിയിലൊരു ജോലി ഇല്ലെന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജോലി, അവന് വന്നൊരു ജോലി അവന് പറ്റാത്തതുകൊണ്ട് എന്നെ റെഫർ ചെയ്തു. ആ ഒരു ഇൻ്റർവ്യൂവിന് കരുതി ഞാൻ ചെന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 പ്രൊഫഷൻ, ഇംഗ്ലീഷ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു, സൈക്കോളജി എനിക്ക് ഇഷ്ടമായിരുന്നു. 2 പ്രൊഫഷനുള്ള ജോലിയും എനിക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസം ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ നോക്കിയില്ല, എൻ്റെ കയ്യിലുള്ള സ്ലിപ്പിലേക്ക് നോക്കിയില്ല എത്രയാണെന്നുള്ളത്. പക്ഷെ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പേയ്മെൻറ്റ് എനിക്ക് തരുക ചെയ്തേ.
പിന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം എൻ്റെ ഒരു പ്രൊഫഷനിലൊരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, പിന്നെ നമുക്കിപ്പോൾ കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സാലറി വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കൊരു ഫുൾ ടൈം എൻ്റെ പ്രൊഫഷൻ ജോലി വേണം എന്നുള്ളത് ഞാൻ വെച്ചായിരുന്നു നിയോഗം. അപ്പം എനിക്കൊരു 3-4 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അതിനകത്തുനിന്ന് എനിക്ക് 1-2 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സ്കൂളിൽ എൻ്റെ ഫാദറിലും ഇടയ്ക്ക് മരിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും നോക്കില്ലായിരുന്നു ഞാൻ ജോലിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് എനിക്കൊരു പോർഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൽ PPT ഒക്കെ റെഡി ആക്കിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറയുക PPT യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ സാധാരണ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്, ഇംഗ്ലീഷ് മീഡിയമാണ്, ഇവന്തോ ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്. അപ്പം ഫുൾ ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ വരെ അത്യാവശ്യം ഒരു റിനൗണ്ട് ആയിട്ടുള്ളൊരു കോളേജിൽ ഞാൻ പഠിച്ചത് BSc. പക്ഷെ അവിടെ പോലും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കേണ്ട, ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ സ്കൂളിൽ പോയപ്പം എനിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കേണ്ടി വന്നു. ഇതൊക്കെ എനിക്ക് പിന്നീട് യൂസ്ഫുള്ളായി. എനിക്കത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂസും സാലറി ഡിസ്കഷൻ വരെ എത്തും. പിന്നെ അത് പോകുമ്പോഴും ഞാൻ വിചാരിക്കും, ഞാൻ ഉടമ്പടിയിലുള്ള ഉപ്പും തൈലും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എന്താ ഈ ജോബൊന്നും കിട്ടാനേ മാതാവിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പിന്നെ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലില്ലാത്തൊരു റാങ്കും പിന്നെ പേപ്പർ പബ്ലിക്കേഷൻ എനിക്ക് എന്തിനാ തന്നെ? ഞാനിവിടെ IELTS ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേത് എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ടും. അപ്പം അതുകൊണ്ട് എനിക്കതൊരു ഈ അച്ചീവ്മെൻറ്റ്സ് എനിക്ക് തന്നിട്ടും എനിക്കത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രൊഫഷൻ കിട്ടണില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ലാപ്ടോപ്പ് കൊണ്ടൊക്കെയാണ് ഞാൻ പോയത്. പിന്നെ അന്ന് സ്കൂളിൽ ഞാനെടുത്ത ആ ഒരു ടോപ്പിക്ക് തന്നെ എനിക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാം, ഏത് ടോപ്പിക്ക് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ സെയിം ടോപ്പിക്ക് എടുത്തു. അതുകൊണ്ട് എനിക്ക് വേറെ എക്സ്ട്രാ പ്രിപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല ടോപ്പിക് വൈസ്. പിന്നെ ലാപ്ടോപ്പ് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യായിരുന്നു, പക്ഷേ ഹാങ് ആയതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് മാനേജ് ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാതെ ക്ലാസ് എടുക്കാനും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്ന് ഇംഗ്ലീഷിൽ കമ്പൽസറി ആയിരുന്നതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് കമ്പൽസറി തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ഞാൻ ക്ലാസ് എടുത്തപ്പം അന്ന് ഫുൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്ന് അവിടുത്തെ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, മാനേജർ, അങ്ങനത്തെ അത്യാവശ്യം അതോറിറ്റീസാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് കുട്ടികൾ ചോദ്യം ചോദിക്കില്ല, പക്ഷെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഓർഡറേ അല്ല. ഇവർ റിയൽ ലൈഫ് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരെണ്ണത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് കിട്ടാതിരുന്നല്ലെങ്കിലും ഞാൻ പതറിയായിരുന്നു, നല്ലോണം പതറിയ ഇൻ്റർവ്യൂ ആയിരുന്നു. മുന്നേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ടെൻഷൻ അധികം ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ടെൻഷൻ അടിച്ച് എനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ബാഗും ഫയലും ലാപ്ടോപ്പും ഇതൊക്കെ ആ ബാഗിനകത്തുണ്ട്. അപ്പോൾ ബാഗ് ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ബാഗിനകത്ത് എന്താ, ഇത് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോവാണോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിൻ്റെ തലേന്ന് നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻറ്റ്യൂഷൻ എന്ന് അറിയില്ലേ, അതായത് അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിന് തിരിച്ചിറങ്ങി വരുമ്പോൾ അവർക്ക് പത്രം കൊടുക്കണം എന്നുള്ള സംഭവം എനിക്ക് നല്ലോണം വന്നു. പക്ഷേ ഈ പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് എൻ്റെ ടെൻഷനിൽ ഞാൻ എൻ്റെ ബാഗിൽ കൃപാസനം പത്രം ഉണ്ടെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണാണ്. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഞാൻ കോളേജിൽ പഠിച്ചൊരു കുട്ടിയുടെ സിസ്റ്റർ എന്തോ ആണ്. അപ്പം അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ഈ കുട്ടി ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നമ്മുടെ ഒരു ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കത്തില്ലേ ഷൗട്ട് ചെയ്തിട്ട്, നീ എന്താ എൻ്റെ ആളാന്ന് പറയാനെന്നുള്ള സംഭവം. അപ്പോൾ ഈ കുട്ടി എന്നെ ഷൗട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ എൻ്റെ ആളാന്ന് അവരുടെ അടുത്ത് പറയാനെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പക്ഷേ ഇത് ഓർക്കണില്ല. പിറ്റേ ദിവസം മെയ് 1-ാം തീയതി രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാനിത് ഓർക്കണത് തന്നെ. അപ്പം ഞാൻ ഈ സൈക്കോളജി പഠിച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്നതും പിന്നെ ചിലർ അവർ മാതാവിനെ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുന്നതൊക്കെ എനിക്ക് ആദ്യം കുറേ കാലഘട്ടത്തിലൊക്കെ ഡെല്യൂഷനും ഹാലുസിനേഷനൊക്കെ ആണെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു സ്വപ്നം വന്നപ്പോഴും ഇനി ഞാനിപ്പം ഇതൊക്കെ ആലോചിച്ച് കിടന്നതുകൊണ്ടാണോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ പേര് മരിയ എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്നുള്ളത്.
അങ്ങനെ ഓക്കെ, എനിക്കപ്പം അന്ന് ഇൻ്റർവ്യൂവിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ കാൻഡിഡേറ്റ്സിന് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് വന്ന ബാക്കിയുള്ളവർക്ക് ഞാൻ ആ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ കൊടുത്തായിരുന്നു പത്രം എൻ്റെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നമുക്കൊരു സെൽഫിഷ് ഒരു ഇതുണ്ടാവുമല്ലോ നമുക്ക്. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഞാൻ എന്തായാലും ഇവർക്ക് പത്രം കൊടുത്തേക്കുന്നില്ല കൃപാസനത്തിൽ. ഇനിയിപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അവസാനം എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം എനിക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻ വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്നിട്ട് മെയ് 1-ാം തീയതി ഞാനിങ്ങനെ സംഭവം മാതാവ് എന്നെ സ്വപ്നത്തിൽ വന്നു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സാലറി ഡിസ്കഷന് വേണ്ടിയിട്ട് മെയ് 1-ാം തീയതി വണക്കമാസം ഞാൻ കൂടിക്കൊണ്ടിരുന്നിട്ട് ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് 5:30 ആ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് വണക്കമാസം അറ്റൻഡ് ചെയ്യുന്നത്. വണക്കമാസം അറ്റൻഡ് ചെയ്ത് ഇടയ്ക്ക് ഞാനൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു ക്ഷീണം കൊണ്ട്. പക്ഷെ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാത്രി ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കോള് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെലക്ട് ആവാൻ ചാൻസ് കുറവാണ്. അപ്പം പിന്നെ എന്തായാലും അതൊന്നും സെലക്ഷൻ ആയിട്ടില്ല. മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും നല്ലത് തന്നിട്ട് വിചാരിച്ചിട്ടുണ്ടാവും എന്നുള്ളതിനായിരുന്നു. പക്ഷേ അന്ന് രാത്രി 9 മണിയാവാറായപ്പോഴാണ് എന്നെ അവിടുന്ന് മാനേജർ വിളിക്കുന്നത്. ദൃശ്യയുടെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഇഷ്ടമായി, ദൃശ്യക്ക് ഞങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അപ്പം തന്നെ ഞാൻ അവരുടെ അടുത്ത് എനിക്കങ്ങനെ ഭയങ്കര അത്ഭുതമൊന്നും നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യം കേൾക്കുമ്പോഴുള്ള ഒരു വണ്ടറൊന്നും എൻ്റെ വോയിസിൽ വന്നില്ല. പക്ഷെ ഫോൺ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇരുന്ന് കരച്ചിൽ. കാരണം മുന്നിൽ എൻ്റെ ബൈബിള്, എൻ്റെ കയ്യിൽ കൊന്ത, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടല്ല എനിക്ക് സന്തോഷവും ആ ഒരു കണ്ണീരൊക്കെ വന്നേ. ഞാൻ എപ്പോഴും പത്രമൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സാക്ഷ്യം പറയണ്ടേ. അപ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയാലല്ലേ എനിക്ക് അവരുടെ അടുത്ത് അത്രയും എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോഴും വിചാരിക്കും. അപ്പം അതോർത്തിട്ടാണ് ഞാൻ കൂടുതൽ സന്തോഷിച്ചത്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് മുന്നൊരു ജോലി ഇതുപോലെ ശരിയായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടുക, അത് ആരോടും പറയില്ല. അതുമല്ല മാതാവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും പറയുള്ളൂ എന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ട് ഞാനിവിടെ മെയ് 6-ന് ഞാനിവിടെ എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അത്രയും ദിവസം ഞാൻ ജോലി കിട്ടിയ കാര്യം ആരോടും പറഞ്ഞില്ല. എനിക്ക് പറയാതിരുന്നിട്ടാണെങ്കിൽ പറ്റണമില്ലായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് ഇവിടെ വന്ന് മാതാവിനെയും കാണിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ പാരൻസിന് ഞാനിത് കാണിച്ചു കൊടുക്കുന്നത്. ഇടുത്ത വഴി ഞാനിരുന്ന് കരച്ചില്ലായിരുന്നു. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ എനിക്കിപ്പം ഈ ഒരു ജോലി അങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് സൈക്കോളജിയിൽ അത്യാവശ്യം നല്ലൊരു കോളേജിൽ തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. അതും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 5 മിനിറ്റ് മാക്സിമം പോയാൽ 10 മിനിറ്റ് ദൂരത്തിലാണ് എനിക്കിപ്പോൾ ആ ജോലി കിട്ടിയേക്കുന്നത്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് ആക്കാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്തത് മാതാവിന് തിരുക്കുമാരന് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്, ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത് പുതുക്കി കഴിഞ്ഞപ്പം എനിക്കെന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇനി പുതുക്കണില്ല എന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷേ പിന്നത്തെ ഇവിടെ ഉടമ്പടിയുടെ ആ ഒരു പ്രസംഗത്തിൽ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര തടസ്സമായിട്ട് നിൽക്കണേ. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ ഇത്രയും പഠിച്ചു, ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണു, നമ്മൾ അതും സൈക്കോളജിയും കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു കാര്യം ഉടമ്പടിയിലത് ധ്യാനത്തിൽ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പോയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി പത്രം കൊടുത്തു. ചിലരുടെ അടുത്ത് ഞാൻ വായിക്കാൻ പറ്റാത്തവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഉപവാസം ഞാൻ ആദ്യം ഒരു നേരം സ്കിപ്പ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഫുഡ് വേറെ ആർക്കെങ്കിലും കൂടെ ഞാൻ കൊടുക്കും. ആൻഡ് ഫുൾ ഡേ ഞാൻ മോർണിംഗ് 6 to ഈവനിങ് 6 വരെ ഞാൻ ബുധനാഴ്ചകൾ ഫുഡ് കഴിക്കില്ല, വേറെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കും. പിന്നെ എനിക്ക് പറ്റുന്നവരൊക്കെ ഞാൻ പറ്റുന്ന പോലെ സഹായിക്കും. ഇപ്പം സഹായം ചോദിച്ചിട്ട് വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ ആൾക്കാർ വരില്ലേ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ കോൺട്രിബ്യൂഷൻസ് ചെയ്യും. ഇപ്പം എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തെങ്കിലും കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൃശ്യ ജിബിൽ ഇവിടെ പറയുന്ന ഈ അനുഭവ സാക്ഷ്യം ആ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമുക്ക് മനസ്സിലാവുക? നാം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കലും ഇതിനു മുൻപൊക്കെ ഇൻ്റർവ്യൂ പലത് അറ്റൻഡ് ചെയ്തു, അപ്പോഴൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ടെൻഷനോട് കൂടിയ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ തനിക്ക് ഒരിക്കലും തനിക്ക് ഈ ജോബ് അതൊന്നും കിട്ടില്ല എന്ന് തന്നെ, അതിനൊരു ചാൻസ് ഇല്ല എന്ന് നാം ഓരോരുത്തരും, അതായത് ഇത് ദൃശ്യമാണ് ഇവിടെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഓരോരുത്തരുമായിരിക്കും അങ്ങനെ ചിന്തിക്കുക. എന്നാൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത്? അമ്മയുടെ കൈയാണ് കൃപാസന പത്രം എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രബോധനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നാം അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നുണ്ട്, അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ മഹത്വപ്പെടുവാൻ. അതുകൊണ്ട് താൻ ഏറ്റവും റിസ്ക് എടുത്ത് പിന്നീട് ചെയ്തതൊക്കെ കൃപാസന പത്രം കൊടുക്കുന്നതിനാണ് എന്നാണ് ഈ മകൾ പിന്നീട് ഇവിടെ പറഞ്ഞത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.